നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു Chelseakaaran ചാനൽ. ഇന്ന് നമ്മുടെ കൂടെ സ്ട്രീമിൽ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്, പക്ഷെ ഇതുവരെ ജോയിൻ ചെയ്തിരിക്കുന്ന ബാലു. നമസ്കാരം, വെൽക്കം ടു ദ സ്ട്രീം. ഇത് നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ് നമ്മൾ ആൾക്കാരെ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ബാലു 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 ബ്രോ UAE നിന്നും നമ്മുടെ കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ സ്ട്രീമിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. ഇൻഫാക്ട് ഹീസ് ഫ്രം ലണ്ടൻ. അനീഷ് ബ്രോ, നമസ്കാരം. 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 ഒരു അനീഷ് ബ്രോ, നിങ്ങളൊരു സീസൺ ടിക്കറ്റ് ഹോൾഡർ ആണ് ചെൽസിയുടെ, അല്ലേ? അല്ല. ഞാൻ ഒഫീഷ്യൽ മെമ്പർ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒഫീഷ്യൽ മെമ്പർ ആണ്. ആൻഡ് റെഗുലർലി കളി കാണാൻ പോവാറുണ്ട് ചെൽസിയുടെ. അതെ. അപ്പൊ നമ്മള് ടിവിയിൽ ഇരുന്ന് ചീത്ത വിളിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വിളിക്കാം. സ്വാഭാവികം മാത്രം. അതെ, സ്വാഭാവികം മാത്രം. ഇനി ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്, ഷാജേട്ടൻ കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ശേഷം ഷാജേട്ടൻ തുടങ്ങുന്നവരെ ഞാൻ ഷാജേട്ടനെ വിളിക്കാം. നേരെ മറിച്ച് നമുക്ക് ഡിസ്കഷനിലേക്ക് തുടങ്ങാം. നമുക്ക് കാര്യമായിട്ട് ചർച്ച നടക്കുന്നതാണ്. ബാലു ബ്രോയിൽ നിന്ന് തന്നെ തുടങ്ങാം. വാട്ട്സ് ഹാപ്പനിങ് അറ്റ് ചെൽസി? അവർ 4 മത്സരമേ ആയിട്ടുള്ളൂ. കൂടുതൽ ഡീപ് ഡൈവ് ചെയ്യേണ്ട. പക്ഷെ ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ ഫ്രാങ്ക് ലാംപാർഡും തോമസ് ടൂക്കലും ഗ്രാം പോട്ടറും എന്നീ മാനേജർമാരെ കണ്ട സ്ഥിതിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, വേർ ആർ വി സ്ട്രഗ്ലിംഗ്? വാട്ട് ഈസ് ഹാപ്പനിങ്? ബാലു ബ്രോ, താങ്കളുടെ തോട്ട്സ്. നമുക്ക് സത്യം പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ കുറച്ചും കൂടി സ്ട്രീമിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റിയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പ്രീ സീസൺ ടൈമിലും അതിനു മുമ്പേ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയ ടൈം തൊട്ടും ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ കൺസേൺസ് റേസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പർട്ടിക്കുലർ മേഖലയെ പറ്റിയിട്ടാണ്. അത് നമ്മുടെ ഗോൾ സ്കോറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് നിങ്ങൾക്ക് പലർക്കും അത് അറിയുന്നുണ്ടാവും. ഞാൻ എപ്പോ തൊട്ട് തുടങ്ങിയതാണെന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ സീസണിലത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിൾസ് ഗോൾ സ്കോറിംഗ് ആയിരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും വലിയ കൺസേൺ ഗോയിങ് ഇൻ ടു ദിസ് ന്യൂ സീസൺ ഗോൾ സ്കോറിംഗ് തന്നെയായിരുന്നു. അപ്പോ നമ്മൾ പ്രീ സീസണിൽ ഈ പറഞ്ഞ പോലെ ഇൻകുൻകു, ജാക്സൺ എന്ന് പറയുന്ന 2 പുതിയ അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അവർ രണ്ടുപേരും എന്താ പറയാ കമ്പൈൻഡ് ആയിട്ട് ഒരു 5 ഗോൾ അടിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ വന്നു. കാരണം ഓക്കെ, നമ്മുടെ പുതിയ അറ്റാക്കേഴ്സ് പണ്ടത്തെ ആൾക്കാരുടെ പോലെയല്ല, അവർ കുറേയും കൂടി ഗോൾ സ്കോറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കഴിവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു. എസ്പെഷ്യലി എൻകുൻകു. കാരണം എൻകുൻകു ബundesligaയിലും ഇതേപോലെ തന്നെ ഒരുപാട് ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോ ചെൽസിയിൽ വന്നിട്ട് എസ്പെഷ്യലി നമ്മുടെ പ്രീ സീസൺ നമ്മൾ കളിച്ചത് മിക്കതും പ്രീമിയർ ലീഗ് ടീംസിന്റെ കൂടെയാണ്. അപ്പൊ അവർക്ക് എഗെയിൻസ്റ്റ് എൻകുൻകു ഗോൾ അടിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ കൂടി എന്നുള്ളത് വളരെയധികം സത്യമാണ്. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മറ്റൊരു സ്ട്രൈക്കർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കുള്ള ആ ഒരു ആക്സിലറേറ്ററിലേക്കുള്ള കാല് ഞാനും പതുക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തു എന്ന് വേണം പറയാൻ. പക്ഷെ ആസ് സൂൺ ആസ് എൻകുൻകു ഗോട്ട് ഇഞ്ചേർഡ്, ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് വന്നാലും വേണ്ടില്ല, നമ്മളൊരു സ്ട്രൈക്കറെ കൂടി സൈൻ ചെയ്തേ പറ്റൂ. ജാക്സന് മാത്രം ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ ജാക്സൺ വെറും 3-4 മാസം കൊണ്ട് മാത്രം പ്രൂവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുള്ള ഒരു അറ്റാക്കർ ആയിരുന്നു. അതും പുള്ളിക്കാരനൊരു പ്രോപ്പർ പക്ക സെന്റർ ഫോർവേഡ് എന്നുള്ളത് പിടിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം വിങ്ങറായി കരിയർ തുടങ്ങിയിട്ട് ഒരു സ്ട്രൈക്കർ എന്നുള്ള മേഖലയിലേക്ക് പതുക്കെ ട്രാൻസിഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരുന്നു വിആർഐയിൽ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിന്നും ഇങ്ങനെ എന്താ പറയാ പീക്ക് എത്രയൊക്കെ മുന്നെയാണ് നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരാളുടെ മേത്ത് എസ്പെഷ്യലി ബ്രോജയുടെ ഇഞ്ചുറി സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ട്രൈക്കിംഗ് റെസ്പോൺസിബിലിറ്റി മൊത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വലിയൊരു റിസ്ക് ആയിരുന്നു. ആൻഡ് നമ്മുടെ ഓപ്പണിംഗ് മാച്ചസിൽ ആ റിസ്ക് തന്നെയാണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എന്ത് ടാക്ടിക്കൽ ഫോർമേഷൻ ഡൗട്ടുകളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ജനിക്കുന്നുണ്ടെങ്കിലും ഈവൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ടോപ്പ് 3 ഉണ്ടെങ്കിലും വൺസ് അഗൈൻ ക്യാരിങ് ഓൺ ഫ്രം ലാസ്റ്റ് സീസൺ കൺവേർഷനിലാണ് നമ്മൾ ഏറ്റവും മോശം 11th ആണ് നമ്മൾ കിടക്കുന്നത്. അതേപോലെ ഏറ്റവും ബിഗ് ചാൻസസ് മിസ്ഡില് ഫസ്റ്റ് ആണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ വൺസ് അഗൈൻ ആസ് എക്സ്പെക്ടഡ് കൺവേർഷനിലാണ് നമ്മുടെ പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, അതിലേക്ക് വരാം. അനീഷ് ബ്രോയിലേക്ക് ചോദ്യം വരുന്നതിന് മുമ്പ് വെൽക്കമിംഗ് ഓൺ ടു ദ സ്ട്രീം ഷാജിയേട്ടാ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഷാജിയേട്ടനിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് പലവരും കമന്റ് ചെയ്യുന്നു, അനീഷ് ബ്രോ യു ലുക്ക് ലൈക്ക് റയൻ ചെർക്കി. അപ്പൊ നമ്മുടെ റയൻ ചെർക്കിക്ക് അനീഷ് ചെർക്കി എന്ന് വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ടോം ബ്രോ ആണ് നമ്മുടെ വിരാട് കോഹ്ലി. അപ്പോ അനീഷ് ബ്രോ, സോ
ബാലുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇസ് എ സ്ട്രൈക്കർ ഇസ് എ ഗോൾ സ്കോറർ. ഓക്കെ, Yeah. അനീഷ് ബ്രോ എങ്ങനെയാണ് ഈ സീസൺ ഇതുവരെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇതുവരെ വിലയിരുത്തുന്നത്? അല്ല, ഇത് എന്തായാലും എന്താ പറയുക, ഒരു പ്രോസസ്സ്. ഇപ്പം പോച്ചറ്റിനോ തുടക്കത്തിൽ പ്രീ സീസണിൽ പോച്ചറ്റിനോ പറഞ്ഞു പ്രസ് കോൺഫറൻസിലൊക്കെ, അങ്ങനെ ഒരു പ്രോസസ്സിന്റെ ടൈമൊന്നും ആവശ്യമില്ല. നമ്മൾ കളി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ക്ലിക്ക് ആവും എന്നുള്ള രീതി. പക്ഷേ എനിക്ക് തോന്നുന്നു എൻകുക്കുവിന്റെ ഇഞ്ചുറി കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഫ്രണ്ടിലെ നമുക്ക്. അത് പിന്നെ നിക്കോളാസ് ജാക്സന്റെ എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് ഏറ്റവും ചാൻസസ് മിസ്സാക്കിയതിൽ ഒന്നാം നമ്പർ എനിക്ക് തോന്നുന്നത് നിക്കോളാസ് ജാക്സൺ ആണ് PPL. അപ്പം പിന്നെ എന്താ പറയാ, നമുക്കതിൽ ഒന്നും പറയാനില്ല. ആസ് യൂഷ്വൽ നമ്മൾ എന്താ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന പോലെ, അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോ ബ്രോജ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പം AFC ബോൺമത്തിനെതിരെ ചിലപ്പോൾ ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ സ്ക്വാഡിലെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കാം. അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ജാനുവരിയിൽ ചിലപ്പോ ഇനി ഐവാൻ ടോണീനെ വല്ലവും, സത്യം പറഞ്ഞത് പറയുന്നതിന്റെ എന്താ പറയാ, സൈനിങ് കണ്ട് മടുത്ത് പറയുന്നത് തന്നെ എന്താ പറയാ, ഒരു നാണക്കേട് പോലെ തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ബാലുവിനെ പോലെ തന്നെ, ബാലും ഞാനും നമ്മളെ പല ഗ്രൂപ്പുകളിലും വാട്സപ്പിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പ്രകാരം വി ബോത്ത് വർക്ക് കൈൻഡ് ഓഫ് ലുക്ക് ആസ്കിങ് ഫോർ വൺ മോർ സ്ട്രൈക്കർ. എന്റെ അഭിപ്രായത്തിൽ ഒരു സ്ട്രൈക്കർ എന്തായാലും നമുക്ക് മസ്റ്റ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് എൻകൂക്ക് കൂടെ. പക്ഷെ എന്തായാലും എൻകൂക്ക് ഇനിയിപ്പോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ജാനുവരിക്ക് മുമ്പ്, ക്രിസ്മസിന് മുമ്പ് വരുന്നു. അതുവരെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ വി ക്യാൻ. ഷാജേട്ടാ, യുവർ തോട്ട്സ്? കുറെ പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഷാജേട്ടന്റെ തോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഇപ്പൊ ഏത് സ്ട്രൈക്കർ വേണം, എങ്ങനത്തെ സ്ട്രൈക്കർ വേണം എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് എ ഡിബേറ്റ് ആണ്. അതിപ്പം ഫാൻസിന്റെ ഉള്ളിൽ പല ഡിബേറ്റ് ഉണ്ടാവും. there are still a lot of Chelsea fans who like Romelu Lukaku. Okay, so സ്ട്രൈക്കർ ഏതോ ആയിക്കോട്ടെ, അതൊരു വിഷയമല്ല. But the point is, you don't win a football match without scoring goals. The problem of this team is perennial underachievers ആണ്. കഴിഞ്ഞ സീസണില് ഗോളുകൾ അടിക്കാൻ പറ്റാത്ത ഒരു ടീമാണ്. അപ്പൊ ഗോൾ അടിക്കാനുള്ള ആള് വേണം. അതിപ്പോ ആരും ആയിക്കോട്ടെ, ആര് സ്ട്രൈക്കർ ആയാലും അത് വേണം. ദി ബേസിക് എസൻസ് എന്താന്ന് പറഞ്ഞാല്, ഒരു 21-22 വയസ്സുള്ള എന്തോ ആയിക്കോട്ടെ, നിക്കോളസ് ജാക്സനെ പോലത്തെ ഒരു സ്ട്രൈക്കറെ വെച്ചിട്ട് ദി ടോപ്പ് മോസ്റ്റ് ലീഗ് ഇൻ വേൾഡ് ഫുട്ബോളിൽ, one of the top most club in world football, going into a season trying to get into the top 4 is like a lottery. Kerala Bhagyakuri lottery aanadu. Adu kittiilla kittilla, because you are up against the best teams. See, the standard of the league is totally different aanu. We have 15 teams that are actually competing among themselves for points. Probably the bottom leading 5 teams, they are competing among themselves to avoid relegation. So this league is completely different. We are losing points to Nottingham Forest, who are not going to get relegated. We are going to play Bournemouth, who are not going to get relegated that easily. So it's an entirely different equation. So from the board point, from the manager point, Nicholas Jackson വിശ്വസിച്ചിട്ട് എന്താ പറയുന്നത്, ഒരു ഫുൾ സീസൺ പോവാന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് വാസ് എൻ അബ്സല്യൂട്ട് സ്കാൻഡൽ ആണ്. അതായത് ഒരു ചുമ്മാ ഒരു അഴിമതിയായിട്ട് തന്നെ അങ്ങ് ഇറക്കി വിട്ട പോലെ ഉണ്ട്. സി, ഇത് ലോജിക് എന്താന്ന് പറഞ്ഞാല്, ഇപ്പം ശ്രീകാന്ത് ഇത്രയും വർഷങ്ങളായിട്ട് സ്ട്രീം യാർഡ് ചെയ്യുന്ന ഒരാളാണ്. ക്യാൻ യു ടെൽ മീ എനി ക്ലബ് വിച്ച് ഹസ് സൈൻഡ് പ്ലേയേഴ്സ് ഫോർ 1 billion pounds have signed players without one world-class player? Show me one club. 1 billion pounds, but no world-class player. Is there does Chelsea have a world-class player? Do you think there is any world-class player in that team? Prospect a future. Do the Chelsea team for 1 billion pounds. 1 billion bloody pounds. Do you have one world-class player in that team who will get on the pitch and will terrorize, who will create a fear factor for the opponent? One player on our team. Enzo Fernandez, but he is the future. He has not made himself world class. He can become world class. I'm talking about one world class player for 1 billion pounds. Is there a player? No. Now what do you expect from this team? Top 4? I don't expect it.
I expect them to finish 5th or 6th because this league is a combination of youth and mixture. You go and see that. Historically, Arsene Wenger failed time after time after time because he was playing youth. He was selling players above the age of 26 and he was getting criticized. Finally, they said enough is enough, you get rid of him because he was not winning the title. Because he was only focusing on youth. Youth will cement certain things, but youth does not guarantee you certain things which experience guarantees. അപ്പോൾ ഞാൻ ആ ഒരു ലോജിക്കലി ഞാൻ ഒട്ടും ഹാപ്പി അല്ല that you go in for a full season with Nicholas Jackson as a striker. Jackson is a brilliant striker who can be built for the future. But a club like Chelsea, which is a dynasty in world football, you are going to go into a season and you bloody spend £1 billion and you don't bring one quality striker. That's ridiculous. That's just ridiculous. Balu bro? അല്ല, ഇത് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിഗർ തന്നെയാണ്. £1 ബില്യൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ടീമും ഇപ്പൊ ബിഗ് ടീംസ് ആണെങ്കിൽ തന്നെ ഒരു 5-6 വർഷം എടുത്തിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. ആ എമൗണ്ട് ആണ് നമ്മൾ ഒരു ഇയർ കാലയളവിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോർമലി എക്സ്പെക്ടേഷനും അതിനനുസരിച്ചിട്ട് ഹൈ ആയിരിക്കും. അതിപ്പോ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മീഡിയക്കാരോ അല്ലെങ്കിൽ റൈവൽ ഫാൻസോ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും അന്യായമായിരിക്കും. കാരണം ഓക്കെ, എന്ത് വന്നിട്ടുണ്ടെങ്കിലും എന്ത് നെഗറ്റീവായി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം കേൾക്കാൻ പോകുന്ന പഴി, നിങ്ങൾ £1 ബില്യൺ സ്പെൻഡ് ചെയ്തതല്ലേ, നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ നാണല്ലേ എന്നാണ് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാനായിട്ട്? നിങ്ങൾ ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ പോട്ടെ, നിങ്ങളൊരു മിനിമം ടോപ്പ് 4 ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ വൺസ് യു സ്പെൻഡ് ദാറ്റ് പ്രഷർ ഈസ് ഓൺ യു. അത് വേറെ ഒന്നിലും അല്ല. അതിപ്പോ ഞാനിപ്പോ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോ നമുക്ക് ആകെ കൂടിയിട്ട് ഞാൻ പറഞ്ഞ നമ്മള് ഇത്തിരി കോംപ്ലേസൻസി കാണിച്ചിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്കറാണ്. കാരണം ഒരിക്കലും പ്രൂവൺ ആവാത്ത ഒരു സീസണിൽ 20 ഗോൾ പോലും അടിക്കാത്ത ഒരു സ്ട്രൈക്കറെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു സീസണിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സാഹചര്യം അത് റിസ്കി തന്നെയായിരുന്നു. അതിപ്പോ ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോ ജനുവരിയിൽ ഇവാൻ ടോണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് വരുമ്പോ ഇനിയിപ്പോ പുതിയതായിട്ട് ആരെങ്കിലും കഴിവ് തെളിയിച്ച് വരുന്നുണ്ടെങ്കിൽ അവരെയോ അങ്ങനെ മനസ്സിൽ പല പ്ലാനുകളും കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോ ഇപ്പൊ ഒരു സ്ട്രൈക്കറെ വാങ്ങാതിരുന്നത്. പക്ഷെ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലൊരു ക്ലബില് മാനേജർമാർക്ക് കൊടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എന്ത് പ്രൊജക്ട് ആണെങ്കിലും വളരെ കുറവാണ്. നമ്മൾ മേടിച്ചിട്ടുള്ളത് ടെമ്പററിലി. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പൊ തൊട്ട് ഡിസംബർ വരെയുള്ള ടൈം അത്യാവശ്യം നമ്മളെ ടോപ്പ് 4 കണ്ടൻഷനുള്ള ഗ്യാപ്പിൽ വളരെ സോളിഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ടീം റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ പ്രഷറിന്റെ കാര്യമില്ല. കാരണം നമുക്ക് ജനുവരി വരെ എത്താനുള്ള ടൂൾസ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പോ എന്താ പറ്റിയത്? മേടിച്ചതിൽ 80% യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ എന്ത് പറ്റി? ഇനിയിപ്പോ അവരെങ്ങാനും ജനുവരി വരെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ടുള്ള ഗോൾ സ്കോറിംഗും വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹാം പോട്ടർക്ക് സംഭവിച്ചതിന്റെ ഒരു ഷെയ്ഡ് പൊച്ചറ്റീനോയ്ക്ക് സംഭവിക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സീസൺ നമ്മുടെ പല കളിയും കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന പോലെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഈ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ളപ്പോഴും നമുക്ക് ഒരു ഗെയിം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കിട്ടും ഡോമിനേറ്റ് ചെയ്യാനും ഈ പറയുന്ന പോലെ തന്നെ ഡോമിനൻസ് ഓപ്പോസിഷന്റെ മീത് അടിച്ചേൽപ്പിക്കാനും ആയിട്ടുള്ള ഒരു സർട്ടൺ പീരീഡ് കിട്ടും. ഈ പറയുന്ന പീരീഡിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് വി ഡോണ്ട് പുട്ട് ദ ഗെയിം ടു ബെഡ്, ആ ഒപ്പോസിഷന് ഒറ്റ ചാൻസ് മതി, ഒരു ഒറ്റ മിസ്റ്റേക്ക് മതി നമ്മളെ പണിഷ് ചെയ്യാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റോറി തൊട്ടിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു സർട്ടൺ പീരീഡ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യും, നമ്മൾ സ്കോർ ചെയ്യില്ല. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ടീമിലുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സിന് കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ തുടങ്ങും. ദാറ്റ് ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മുമ്പിലുള്ള ഒരു ഗോൾ അടിക്കുന്നില്ല. അപ്പൊ എന്തുണ്ടാവും? അവര് ആക്സലറേറ്ററിന്ന് പതുക്കെ പിന്നെയും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പെടലിന്ന് കാല് പതുക്കെ എടുക്കാൻ തുടങ്ങും. അവരുടെ ഫോക്കസ് പോവും, കോൺസെൻട്രേഷൻ പോവും, ആ നേരത്ത് കൺസീഡ് ചെയ്യും. പിന്നെ തിരിച്ചടിക്കാനുള്ള കോൺഫിഡൻസും ഉണ്ടാവില്ല, എബിലിറ്റി ഉണ്ടാവില്ല. അതോടുകൂടി കളി കഴിയുന്നു പോയി. അതാണ് നമുക്ക് സംഭവിച്ചിരുന്നത്. ഇപ്പോ നമ്മുടെ സൈഡിന്റെ ഒരു സ്റ്റേറ്റസ് നോക്കുമ്പോൾ അത് തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ആണ് ഇപ്പോഴും കാണുന്നത്. നമുക്ക് നല്ലൊരു ഡിഫൻസ് ഉണ്ട്, നല്ല വേൾഡ് ക്ലാസ്, പോട്ടെ പൊട്ടൻഷ്യലി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് ഉണ്ട്. പക്ഷെ ആകെ കൂടിയിട്ട് നമ്മൾ ലാക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാവരും കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു
ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് മുന്നിലില്ല എന്നുള്ളത് തന്നെയാണ്. ഡെഫിനറ്റ്ലി. I'll just be back. Balu ഒന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. Okay, definitely. ബാലുലേക്ക് വരാം. Is Pochettino also to be blamed? I'll just be back. ബാലു പറഞ്ഞോ. ഓക്കെ, അപ്പോ ഞാൻ എന്തുകൊണ്ടാ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയാം, ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം നമ്മൾ വെൽ എക്യുപ്ഡ് ആവാതെ പോകുമ്പോ അത് ആരെയും കൺസേൺ ചെയ്യുന്നില്ല. നമുക്ക് റിസൾട്ട്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ, ബാക്കിയുള്ളവരെ ആരെയും അത് കൺസേണിംഗ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എനിക്കുണ്ടായിരുന്ന ഇഞ്ചുറി പറ്റി, അൺഫോർച്ചുനേറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല കോച്ചില്ലേ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും കമ്പൈൻ ചെയ്തുകൊണ്ട് ഗോൾ സ്കോറിംഗ് നടത്തിക്കൂടാ എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ ഉദിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇപ്പൊ ഞാൻ നേരത്തെ കമന്റ് സെക്ഷൻ, എന്റെ നേരത്തെ കമന്റ് കഴിഞ്ഞ കമന്റ് സെക്ഷൻ നോക്കിയപ്പോ ഒരാൾ പറഞ്ഞിട്ടു 100 മില്യൺ കൊടുത്ത് മേടിച്ച മുഡ്രിക്ക് വാഴേനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ സഹോദരൻ, ഒരു കാര്യം മനസ്സിലാക്കൂ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത്, മുഡ്രിക്ക് ചെൽസി ഫുട്ബോൾ ക്ലബില് ടോട്ടൽ ആയിട്ട് കളിച്ചിട്ടുള്ള മിനിറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ, 8 കളികള് 8 ഫുൾ 90 മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ടൈമേ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുള്ളൂ. ഈ പറയുന്ന 8 ഫുൾ 90 മിനിറ്റ്സ് കളിച്ച ടൈമില് ഒരു 75% വരുന്നത് ഞങ്ങൾ കളി തോക്കാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെസ്പറേറ്റ്ലി ഗോള് വേണ്ട നേരത്തോ ഇറക്കി വിട്ടിട്ടുള്ള അവന് കിട്ടിയിട്ടുള്ള 15-20 മിനിറ്റുമാണ് എന്ന് പറഞ്ഞാൽ കാമിയോസ്. അൾട്ടിമേറ്റ്ലി അവൻ അണ്ടർ പ്രഷറിലാണ് അവിടെ ഇറങ്ങിപ്പോണത്. അപ്പൊ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം മുഡ്രിക്കിനെ പറ്റിയിട്ട്, അവൻ അടുപ്പിച്ച് ഇതുവരെ ചെൽസിയിൽ ജോയിൻ ചെയ്തിട്ട് 3 കളി പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇത്രയും ഹൈ പ്രഷർ സിറ്റുവേഷനിൽ മാത്രം ഇറക്കുമ്പോൾ ഒരു പ്ലെയർ, അതും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലീഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് സെറ്റിൽ ആവുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. കാരണം അവന് സെറ്റിൽ ആവാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അത് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അത് അവന് കിട്ടണ വരെ ഞങ്ങൾക്ക് ഒരിക്കലും അവനെ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം അത് അവന് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞിട്ടും അവന് ഇമ്പ്രൂവ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ, ഷാജുവേട്ടൻ പറഞ്ഞോളൂ. അത് ഈ ബാലു പറയുന്ന പോയിന്റ് ഭയങ്കര വാലിഡ് ആണ്. ഈ ബാലു പറയുന്ന പോയിന്റില് ചെൽസി ഫാൻസിന്റെ ഒരു കൺസേൺ ബാലു അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കൺസേൺ അല്ല, ഒരുവിധം ഓവർ കോൺഫിഡൻസ് ഓർ ഇൻബിൽറ്റ് കോൺഫിഡൻസ് എന്ന് പറയാം. ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റിവിറ്റി ആവും. ഇൻബിൽറ്റ് കോൺഫിഡൻസ് എന്ന് പറയാം. ക്രിസ്റ്റഫർ എൻകൂക്കുടെ ഇഞ്ചുറി ആണ് കാരണം. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ക്രിസ്റ്റഫർ എൻകൂക്കു ഡിഡ് ഹി പ്ലേ ഇൻ ദി ഇംഗ്ലീഷ് ലീഗ് ബിഫോർ? I don't think he played. He played in the German league. So you are expecting him to score 20 goals? You are expecting him to spare. Let's take a hypothetical situation. Let us assume he is not injured. He is fit, but he is struggling for goals. What next? You tell me what next. I am talking about options. ഇവിടെ എൻകൂക്കുടെ ഇഞ്ചുറി അല്ല. What I am trying to is, ഒരു ക്ലബ്ബ് 1 billion സ്പെൻഡ് ചെയ്യുമ്പോൾ you have 3-4 options to score goals. Okay, I can understand ലുക്കാക്കു പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത്, കായ് ഹവേർട്സിനെ സ്ട്രൈക്കറായി കൺവേർട്ടഡ് സ്ട്രൈക്കറാക്കി. You go and spend £1 billion. And where is your next striker? See, what is the definition of a striker? Enkunku striker ആയിട്ട് കളിക്കും. Striker is somebody whom you want to score goals and link up play. Who else will do that? Who else will do that? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇൻബിൽറ്റ് കോൺഫിഡൻസിൽ നമ്മൾ ക്രിസ്റ്റഫർ എൻകൂക്കു ഇഫ് യു ആർ ഫിറ്റ് ഹി ഈസ് ഗോയിങ് ടു സ്കോർ. ഇപ്പൊ കുറച്ചു മുമ്പേ ആരും ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ കമന്റ്സ് ഗ്രൂപ്പിൽ, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് എല്ലാം അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ചെൽസി മേടിക്കാതെ. അങ്ങനെ മേടിച്ചാലും അത് അവർ നമുക്ക് വരില്ല, ബാർസലോണ റിയൽ. അഗ്രീഡ്, ടോട്ടലി അഗ്രീഡ്. ഒറ്റൊരു പോയിന്റ് ഞാൻ ചോദിക്കട്ടെ, ഈസ് ജെയിംസ് മാഡിസൺ സച്ച് എ ബാഡ് പ്ലെയർ ദാറ്റ് യു കനോട്ട് കൗണ്ട് ഓൺ ഹിസ് എക്സ്പീരിയൻസ്? Is he such a bad player that you cannot count on his experience? No, don't tell me that to age of 25 is retirement age. If that is the case, Kepa should have retired a long time back. No, don't tell me that's the retirement age. Other retirement age alla. See, the point is, you are actually putting pressure on the manager by bringing 19-year-old, 20-year-old, 21-year-old kid and telling the manager by giving him just a 2-year contract. 2-year contract, bloody go and get a top 4 spot. I am really grateful that Pochettino accepted this. I am telling you, ഇതിപ്പോ നമ്മളൊരു ചെൽസിയുടെ ഫാൻസ് മാത്രമുള്ള ഗ്രൂപ്പ്, ഇതേ ഓപ്ഷൻ വിത്ത് 19, 20, 21-year-old കുട്ടികളെ എടുത്തിട്ട് 2-year കോൺട്രാക്റ്റില് കാർലോ ആൻസലോട്ടിക്കോ ജോസെ മൊറീനോയ്ക്കോ പെപ്പ് ഗോർഡിയോലക്കോ ഇങ്ങനെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ they would have said fuck off. They would have said fuck off.
for 2 years, 19-year-old boys and top 4 spot. ആൻസലോട്ടി മുഖത്ത് നോക്കി ബോളിനോട് പറഞ്ഞിട്ടുണ്ടോ പോയി പണി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോസിറ്റീവ് ആയതുകൊണ്ട് അത് എടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കെന്താ അറിയോ, നമ്മളൊരു നല്ല മാനേജർ കിട്ടിയില്ല. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാ പോസിറ്റീവില്. ആ എടുത്ത മാനേജർക്ക് നല്ല പ്ലേയേഴ്സിനെ കൊടുക്കുന്നത്, കുറച്ച് എക്സ്പീരിയൻസിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഴയ പ്ലേയേഴ്സിന് അപ്പൊ പറയും നമ്മൾ പഴയ എക്സ്പീരിയൻസിലെ പ്ലേയേഴ്സിനൊക്കെ വിറ്റില്ലെന്ന്. അത് വിറ്റതിന് കാരണമുണ്ട്. ദേ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഫോർ അസ്. പലരും പലയിടത്തിലും പറയുന്നുണ്ട് കൊവാസിച്ചിനെ വിറ്റപ്പം ഇപ്പം പരാതിയില്ല, ജോർജ്. ദേ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഫോർ അസ്. യു ഷോ പ്ലേയേഴ്സ്. ഹാവേർട്സ് ഡസന്റ് വാണ്ട് ടു പ്ലേ ഫോർ അസ്. മൗണ്ട് ഡസന്റ് വാണ്ട് ടു പ്ലേ ഫോർ അസ്. കളിക്കാൻ പറ്റാത്തവനെ വിളിച്ചിട്ട് എനിക്ക് കളിക്കുവോ എന്റെ ജെർസി ഇടുവോ എന്ന് പറയുമോ? ഇത് മാനേജർക്ക് 2 വർഷത്തെ കരാറും കൊടുത്ത് മീശ മുളയ്ക്കാത്ത കുറെ 25 പിള്ളേരെയും കൊടുത്തിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ടോപ്പ് 4 എത്തിച്ചേരണമെന്ന്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്റ്റഫർ എൻകൂക്കൂടി ഇഞ്ചോട്. ഇതൊക്കെ ബ്രിങ്ങിങ് അനീഷ് ബ്രോ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു സാവകാശമല്ല അനീഷ് ബ്രോന് സംസാരിക്കാൻ വേണ്ടിയായിട്ട്. രണ്ടുപേരും വരുന്ന പോയിന്റ്സിലും ഈസ് പോച്ചിറ്റിനോ മേക്കിംഗ് എ മിസ്റ്റേക്ക് ഓർ പുട്ടിംഗ് ടൂ മച്ച് പ്രഷർ ഓൺ ജാക്സൺ? കാരണം ലെഫ്റ്റ് വിംഗിൽ ആരുമില്ല, ദർ ഇസ് ഓൺലി ചിൽവെൽ. ഇതില് എന്താ പറയാ, ഷാജിയേട്ടന്റെയും ബാലുവിന്റെയും കൺസേൺസും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് നമ്മുടെ ചെൽസി ഫാൻസിന്റെ കൺസേൺസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പല ഇതിലും നമ്മൾ കേൾക്കുന്നതാണല്ലോ. പക്ഷെ ഇപ്പം ഷാജിയേട്ടൻ പറഞ്ഞൊരു പോയിന്റ്, അതായത് ബോലി ഓർ നമ്മുടെ ഓണേഴ്സ് പോച്ചിറ്റിനോട് എടുത്ത് ടോപ്പ് 4 വരണം, മസ്റ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, അതിന് മീശ മുളയ്ക്കാത്ത പയ്യന്മാരെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമുക്കൊരു ഹൈപ്പോത്തിക്കലായിട്ട് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇത് ഈ പറയുന്ന പോലെ ഒരു പ്രഷർ പൊച്ചറ്റിനോടെ പുറത്തുണ്ടെന്നും അതേപോലെ പൊച്ചറ്റിനോ അത് പ്ലേയേഴ്സിന് കൊടുക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഹീസ് ജസ്റ്റ് പുള്ളിയുടേതായ കാര്യങ്ങൾ പുള്ളി ഇപ്പം ചിൽവലിനെ ഇപ്പം ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് കളിപ്പിക്കുന്നതും ഹീസ് ജസ്റ്റ് ട്രൈയിങ് ഹിസ് ബിറ്റ്സ് ആൻഡ് പീസസ്. ഇതേ രീതിയിൽ തന്നെ ആയിരുന്നല്ലോ അയാൾ 2015 or 14 അയാള് സൗത്താംപ്ടണിൽ നിന്ന് സ്പേഴ്സിൽ വന്നപ്പോൾ ഇതേ രീതിയിലായിരുന്നു സ്പേഴ്സിന്റെ അവസ്ഥ. ഓക്കെ, സ്പേഴ്സ് ഡിഡ്ന്റ് സ്പെൻഡ് 1.2 ബില്യൺ ഓ വാട്ടർ. പക്ഷെ എന്നാ പോലും ഓക്കെ അതിന്റെ ഒരു പ്രഷർ ഉണ്ടാവാം, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാ പോലും ഇതൊരു എന്താ പറയാ സമയമെടുത്ത് ഇപ്പം നമുക്ക് പറയാം ഓക്കെ ആസ് എ ഫാൻസ് നമ്മൾ ഈ പ്രോസസ്സും പ്രൊജക്റ്റും ഇതൊന്നും നമുക്ക് ചെൽസിയിൽ വർക്ക്ഔട്ട് ആവില്ല, നമ്മൾ ഒരു 10 മാച്ചിൽ നമുക്ക് വലിയ പെർഫോമൻസ് ഒന്നും നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ഓൺ ആൻഡ് ഫൈൻഡ് അനദർ മാനേജർ എന്നുള്ളതൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി വി ഫാൻസ് ഹാവ് ടു മൂവ് ഓൺ ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ മൈൻഡ് സെറ്റ്. അതിപ്പം എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ വി ഹാവ് ടു നമുക്ക് ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് അറ്റ്ലീസ്റ്റ് ഈ സീസണിൽ നമ്മുടെ പ്ലേയേഴ്സ് ഇതുവരെ ഇപ്പൊ 4 കളി കളിച്ചതിൽ നമ്മുടെ പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് ദേ ആർ അറ്റ്ലീസ്റ്റ് ഫിറ്റ് and they are ready to play for the manager and they are ready to play for the team. അപ്പം ദാറ്റ്സ് itself is a positive. നമ്മളെ ലാസ്റ്റ് ഇയർ നമ്മളെ പോട്ടറിന്റെ അണ്ടറിലുള്ള ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ആ സമയത്ത് പോട്ടറിനെയും ഞാൻ എന്താ പറയുക 36-35 പ്ലേയേഴ്സ്, അതിൽ ഓൾമോസ്റ്റ് 10+ ഇന്റർനാഷണൽ പ്ലേയേഴ്സ്, കൊവാസിച്ച്, സിയക്ക് എന്ന് പറയുന്ന പ്ലേയേഴ്സിനെയൊക്കെ നിലത്തിരുത്തിയിട്ട് ടാക്ടിക്സ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതിൽ നിന്നും ഇപ്പോൾ ഒരു 26-27 പ്ലേയേഴ്സിനെ പോച്ചറ്റീനോയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് മീശ മുളയ്ക്കാത്ത പ്ലേയേഴ്സും അത് പോച്ചറ്റീനോ മാനേജർ ആയതുകൊണ്ടും ഐ എം മോർ പോസിറ്റീവ്. ഇതിപ്പോ ഒരു കാർലോ ആഞ്ചലോട്ടിയോ അല്ലെങ്കിൽ ഒരു ജോസെ മൗറിഞ്ഞോ ഒരു അന്റോണിയോ കോണ്ടയോ ഒരു തോമസ് തുഖൽ ആണെങ്കിൽ ഞാൻ ഇത്ര പോസിറ്റീവ് ആയിരിക്കില്ല ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട്. മേ ബി അവർ വരും തന്നെ തോന്നുന്നില്ല, കാരണം ഈ ഒരു കൈൻഡ് ഓഫ് യങ്സ്റ്റേഴ്സിനെ വെച്ച് ഓൾവേസ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസിനെ വെച്ചിട്ട് ബിഗ് റിസൾട്ട്സ് ഉണ്ടാക്കുന്ന വേറെ നെക്സ്റ്റ് ലെവൽ കൈൻഡ് ഓഫ് മാനേജേഴ്സ് ആണ്. എന്റെ ഒരു ഇതിൽ പോച്ചറ്റീനോ ഈ ഒരു പ്രൊജക്റ്റിൽ എഗ്രി ചെയ്തത് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് ഐ ക്യാൻ മേക്ക് എ പ്രൊജക്ട്. അതിന് എന്താ പറയാ ഹി ഹിംസെൽഫ് മസ്റ്റ് ഹാവ് ആസ്ക്ഡ് ഫോർ ജസ്റ്റ് ഫോർ 2 year കോൺട്രാക്ട്. ഇത് നമുക്ക് വർക്ക് ആകുമെങ്കിൽ നമുക്ക് ആർക്കും ഇപ്പൊ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. വർക്ക് ആകുമെങ്കിൽ എന്റെ ഒരു ഇതനുസരിച്ച് ഒരു മാക്സിമം ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ലീഗ് നമുക്ക് ഇനിയിപ്പോ എന്താ പറയുക, കോൺഫറൻസ് ലീഗ് മാത്രമേ നമുക്ക് ഇനിയിപ്പോ അടിക്കാനുള്ള ഒരു കപ്പുള്ളൂ. അപ്പൊ ഒരുപക്ഷെ നമുക്ക് കോൺഫറൻസ് ലീഗ് ആ ഒരു ലെവലിലുള്ള എക്സ്പെക്ടേഷൻ ആണ് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ ഈ സീസണിൽ. നമ്മൾ 1.2 ബില്യൺ കൈസഡോ ഉണ്ട്, എൻസോ ഉണ്ട്, നമ്മൾ ഡ്രീം മിഡ്ഫീൽഡ് ആണ്.
പിന്നെ മുഡ്രിക്കിന്റെ കേസിൽ തന്നെ മുഡ്രിക്കിനെ എനിക്ക് തോന്നുന്നത് ഓണേഴ്സും എല്ലാരും പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ, കാരണം ഞാൻ ഒരു പ്ലെയർ, ഓക്കെ സിൻചെങ്കോ ഉക്രൈനിൽ നിന്നുള്ള പ്ലെയർ ആണ്, ഹി ഈസ് പ്ലേയിങ് ബ്രില്യൻലി ഫോർ ആർസണൽ, ബട്ട് ഹീസ് ഓൾറെഡി പ്ലേഡ് ലോട്ട്സ് ഓഫ് മാച്ചസ് ആൻഡ് ഹീസ് സീൻ മോർ ദാൻ മുഡ്രിക് എന്ന് പറയുന്ന ഒരു പയ്യൻ, 21 വയസ്സുള്ള പയ്യൻ, അവൻ ഒരു വാറ് നടക്കുന്ന ഒരു സമയത്ത് അവൻ വേറൊരു കൺട്രിയിലേക്ക് വന്നു. അത് നമ്മള് പിന്നെ ആരൊക്കെയോ 100 മില്യൺ എന്ന് പറയുന്നു. ഈസ് നോട്ട് 100 മില്യൺ, പുള്ളി 62 മില്യൺ പ്ലസ് ആഡ് ഓൺസ് ആണ്. ഇത് പലരും എന്താണ് ഒരു രസത്തിന് വേണ്ടിയിട്ട് 100 മില്യൺ എന്ന് പറയുന്നത് അത് പലർക്കും അറിയുകയും ചെയ്യാമായിരിക്കും. പക്ഷെ എന്റെ ഇതിൽ മുഡ്രിക്കിനെ നമ്മൾ വളരെ, ഗ്രീലിഷ് എന്ന് പറയുന്ന പ്ലെയർ ഈ പ്രീമിയർ ലീഗിൽ അത്രയും തിളങ്ങി നിന്ന് ആസ്റ്റൺ വില്ലയിൽ മെയിൻ ഇത് പെർഫോമൻസ് നടത്തി, ഗ്രീലിഷ് ഓൾമോസ്റ്റ് 1 ഇയർ സൈലന്റ് ആയിരുന്നില്ല അണ്ടർ പെപ്പ്. ഇപ്പൊ മുഡ്രിക്ക് ഈവൻ 1 ഇയർ പോലും ആയിട്ടില്ല. ആൻഡ് ഹിസ് ഫസ്റ്റ് 6 months or 5 months വാസ് ഇൻ ദ വേഴ്സ്റ്റ് ചെൽസി ടീം ഇൻ ലാസ്റ്റ് 20 years. ആ ഒരു ഇതിൽ നമ്മൾ ഇപ്പൊ എന്താ ഓൺലി ദിസ് സീസണിൽ 4 ഗെയിം മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ ഇതിൽ നമ്മൾ കോച്ച് ആക്ച്വലി ഈസ് ഡൂയിങ് ബ്രില്യൻലി എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഹീസ് കൈൻഡ് ഓഫ് he don't want to give any pressure to Mudryk. He's going what അവന്റെ എന്താ പറയുക പേഴ്സണൽ ലൈഫിലും അവന്റെ ഫാമിലിയിലും എന്തൊക്കെയാ നടക്കുന്നുള്ളത് ഐ നെവർ എക്സ്പീരിയൻസ് ആൻഡ് നമുക്ക് അത് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം എന്റെ ഒരു ഇതിൽ he will be there. He will be a Chelsea എന്താ പറയുക നമ്മളെ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു പ്ലെയർ ആയിട്ട് അവൻ മാറും. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെൽസി ഫാൻസ് വി ഹാവ് ടു ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ ഓർ ഗ്ലാസ് ഓഫ് ബിയർ. നമ്മൾ ഈ പറയുന്ന പോലെ റിയാക്ഷണറി ആയിട്ട് നമ്മളെ ബ്ലഡ് പ്രഷർ കൂട്ടിയത് കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. എൻഡ് ഓഫ് ദ ഡേ വി ആൻഡ് അവർ ഫാമിലി ഓൺലി ഗോയിങ് ടു സ്ട്രഗിൾ. ഷാജേട്ടാ, ഇത് is this a possibility? റോമൻ അറേ മാറി, we just need trophies, but now ഷാജേട്ടൻ അതിന്റെ ബാലുവിലേക്ക് വരാം. that it's okay, take your time. ഈ റോമൻ എറയൊന്നും ആരും നോക്കുന്നില്ല. ഞാനും അനീഷും കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ വളരെ രസകരമായ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോലും എന്റെ മക്കളോട് ചെൽസി എന്ന് പറയുമ്പോൾ മക്കൾ ചിരിക്കും. മക്കൾ പറയുന്നു വാട്ട് ഈസ് ചെൽസി, ദിസ് ഈസ് ഓൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാ പറയുന്നത്. സോ ദാറ്റ്സ് ദ ഹിസ്റ്ററി. അവർക്കൊന്നും അത് കേൾക്കണ്ട. റോമൻ എറയൊക്കെ കഴിഞ്ഞു. റോമൻ ഈസ് ഡെഡ് ആൻഡ് ബറീഡ്. വി ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് റോമനൊക്കെ കഴിഞ്ഞു. നമ്മളെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ we are in that sort of a situation. We are actually fighting for an identity crisis. That's the right word. That is an identity crisis for these teams. That is very evident that the team could not even get a sponsorship to be put on the shirt. That is an identity crisis. ഞാനും ടോമും പലതവണ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. The club is undergoing an identity crisis. അതിൽ നമ്മളെ scapegoat ആക്കാൻ പറ്റുന്നത് പ്ലേയേഴ്സിനെ പറയും, ബോർഡിനെ പറയും, കോച്ചിനെ പറയും. It's quite natural. Even fans are a scapegoat. നമുക്ക് ബലിയാടാക്കാൻ പറ്റും. But this is one season where they need to get this right. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ബാലു പറഞ്ഞ പോയിന്റ് ഭയങ്കര വാലിഡാ. ഇതുപോലത്തെ ഐഡന്റിറ്റി ക്രൈസിസ് യുണൈറ്റഡിനും ആർസണലിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ they didn't spend 1 billion in 2 bloody transfers. You have spent 1 billion pound in 2 transfers. They spent the same money in 4-5 transfers. So you spend that much money, you are actually trying to dig into your pocket. I am sure that you cannot borrow money from Arsenal for buying the next player. So you are digging into your own pocket. How long you will dig? The point is 4th or 6th or alla. You have to create an identity. Aneesh പറഞ്ഞു 6th എങ്കിലും എത്തുന്നു. എനിക്ക് 6th എത്തണ്ട. എനിക്ക് ഒറ്റ ഒരു ഈക്വേഷൻ മാത്രം എനിക്ക് തന്നാൽ മതി. I have only 2 targets for Mauricio Pochettino. 1, you score goals. Number 2, make Stamford Bridge your fortress. Your fortress. ഇത് രണ്ടും ചെയ്യോ ബാക്കിയെല്ലാം താനെ വരും. The problem is it look like when we concede a goal, we are not coming back and winning it. We are not even thinking about it. We are playing as if എനിക്ക് ആ ഒരു റിയാക്ഷണറി പോയിന്റിൽ ഇമ്പാക്ട്ഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ 3 കളിയിൽ ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഇത് പ്ലേയേഴ്സിനെ കുറ്റം പറയുന്നല്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന അനീഷിനും ബാലുവിനും പറയാം, did Chelsea make any impactful substitution in the last 3 games? I'll give you one example. Arsenal versus Manchester United, 3 substitutions. Vitinha, Gabriel Jesus,
and on the other side, Garnacho. 3 impactful substitutions. So what is your impact? Where is the impact? അവിടെയാണ് ഈ മുദ്രിക്കിന്റെ ചോദ്യം വരുന്നത്. അനീഷ് പറഞ്ഞ പോയിന്റിൽ, when you have bought a player, when you are very sure that he is going to be a world class player for Chelsea, you play him. You play him. ഒരു മിനിറ്റ് ബാലുബ്രോയിലേക്ക് വരാം. Now the question is, ഷാജേട്ടൻ എടുത്ത് പറയുന്ന ഒരു point is 1 billion. Is this mismanagement or on the end? Is there a tactical issue as well? ഇല്ല, ഇതിപ്പോ ഞാൻ ആദ്യം തന്നെ സ്ട്രൈക്കറിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഡിസ്കഷൻ തുടങ്ങാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പറയുന്ന ഓപ്പണിംഗ് 4 ഗെയിംസിൽ സ്ട്രഗിൾ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം അതാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളത് കാരണമാണ്. ഇനി മൊത്തത്തിലുള്ള ക്ലബിന്റെ ഒരു പൊസിഷനും വ്യൂവും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ 1 ബില്യൺ സ്പെൻഡ് എന്ന് പറയുന്നത് ഓക്കെ, പതുക്കെ നമുക്കൊരു 3-4 വർഷം എടുത്തിട്ട് കോമ്പറ്റീറ്റീവ് ആവാം എന്ന് വിചാരിച്ചിട്ടാണ് എന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ടു ആക്സലറേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒരു സംശയം വേണ്ട. അങ്ങനെ ഇത് അത് നമുക്ക് ഒരിക്കലും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് ഈ പൊച്ചറ്റീനോന്റെ ഈ ഒരു ഫസ്റ്റ് ഇയർ കഴിയണ സമയത്ത് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് അവിടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഓക്കെ 4 കളി കഴിഞ്ഞു, നമുക്ക് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ചെൽസി കഴിഞ്ഞ സീസൺ അതുപോലെ തന്നെ പോകും. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രഡിക്ഷൻ. പക്ഷെ അതല്ല, ഈ ഒരു കൊല്ലത്തില് പൊച്ചറ്റീനോ എവിടെയാണ് ഈ സൈഡ് ഈ പറയുന്ന യങ്സ്റ്റേഴ്സും അതേപോലെ കുറച്ച് പൊട്ടൻഷ്യലി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെ കൊണ്ടുകൊണ്ട് എവിടെയാണ് പൊച്ചറ്റീനോ ഈ സീസൺ ഫിനിഷ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഈ പറയുന്ന പോലെ തന്നെ അത് ഗ്യാമ്പിൾ ആണോ അതോ വളരെ വെൽ കാൽക്കുലേറ്റഡ് റിസ്ക് ആണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ആസ് തിങ്സ് സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടത് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സിനെ, അതേപോലെ പൊട്ടൻഷ്യലി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെ എലവേറ്റ് ചെയ്ത് നല്ല ഒരു പ്രോപ്പർ ഗെയിം പ്ലാനോട് കൂടിയിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാക്കി മാറ്റുക. ഇതായിരിക്കും ഫസ്റ്റ് സീസണിൽ പൊച്ചറ്റീനോന്റെ എന്താ പറയാ പൊച്ചറ്റീനോനോട് ഉള്ള ഡിമാൻഡ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോ 4th ഫിനിഷ് ചെയ്തിട്ട് ആയിരിക്കാം, ചിലപ്പോ 6th ഫിനിഷ് ചെയ്താലും നമുക്ക് ഇതേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു 7th ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി ഒരു 6th 7th എന്നുള്ളതിലും താഴെ നമ്മൾ എന്ത് കാരണവശാലും ഈ സീസൺ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫെയിലിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അനീഷ് ബ്രോ, കമ്മിങ് ടു യു. 6th ബാലു ബ്രോ പറഞ്ഞ പോയിന്റ്, 6th താഴെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് വിൽ ഇറ്റ് ബി എ ഫെയിലിയർ? എന്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ നമ്മളെ പ്ലേയേഴ്സ് കാണിക്കാത്ത ഒരു എനർജി നമ്മുടെ ഈ സീസണിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് പിച്ചിൽ കാണിച്ചാൽ വി ഡെഫിനറ്റ്ലി വിൽ ഫിനിഷ് മോർ ദാൻ ലൈക്ക് ഐ തിങ്ക് 5 or even 4th. ലാസ്റ്റ് സീസണിൽ നമ്മളൊരു എന്താ പറയുക ഒരു മാർച്ച് മുതൽ നമ്മുടെ അല്ലെങ്കിൽ ആ എൻസോ ഒക്കെ സൈൻ ചെയ്തതിനു ശേഷം നമ്മുടെ ടീമിന്റെ അവസ്ഥ, പിച്ചിലുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, അതും ഈ ലാസ്റ്റ് ഇപ്പം നമ്മുടെ ഈ സീസണിൽ 4 ഗെയിമിലെ നമ്മുടെ പ്ലേയേഴ്സിന്റെ ബോഡി ലാംഗ്വേജും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആസ്റ്റൺ വില്ല എവിടുന്ന് വന്നിട്ടാണ് എന്താണ് ടോപ്പ് 6ലേക്ക് എത്തിയത്? അപ്പം നമുക്ക് ഒരു എൻകൂക്ക് വരുന്ന വരെയൊക്കെ എന്താ പറയുക, നമ്മൾ ഈവൻ ഒരു ഐവാൻ ടോണിയോ അല്ലെങ്കിൽ ഇൻ കേസ് അതിപ്പോ നമുക്കൊരു സെർട്ടനിറ്റി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ ഷാജിത്തൻ പറഞ്ഞ പോലെ ഈവൻ എൻകൂക്ക് വരെ ഹിറ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ടിമോ വർണറിനെയൊക്കെ കണ്ടതാണ്. അപ്പം നമുക്ക് ആ ഒരു ലെവൽ വെച്ചിട്ട് എന്റെ പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു എനർജി കാണിച്ച് അവരുടെ ബോഡി ലാംഗ്വേജും ഇഫ് ദേ ക്യാൻ ഡു ദാറ്റ്, ഐ തിങ്ക് ഈസിലി വി ക്യാൻ ഫിനിഷ് അറ്റ്ലീസ്റ്റ് ഇൻ ടോപ്പ് 6. പിന്നെ നമ്മൾ ഈ 1.2 ബില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ എന്ന് പറയുന്നത്, നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് നമ്മൾ അതിനെപ്പറ്റി ഈ ഫാൻസ് വെറി ചെയ്യുന്നത്? ഓക്കെ, അതർ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ട്രോളുക എന്നുള്ളതാണ്. നമ്മള് എന്താണ് ആ കടയാടി എന്താണ് ബേബിയും മറ്റേ ഇതും വന്ന് അന്ന് വീഡിയോ കഴിഞ്ഞിട്ട് 5 മാസം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ? നമ്മൾ ഈവൻ ലാംബാർഡ് സാക്കായിട്ട് പോലും നമ്മൾ UCL അടിച്ച് കാണിച്ചു കൊടുത്തില്ലേ അതർ ഫാൻസിനെ? പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ള ഫാൻസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയനെ സംബന്ധിച്ചിടത്തോളം, അപ്പാർട്ട് ഫ്രം ഐ തിങ്ക് ഒരു സൈമൺ ജോർദൻ ടോക്ക് സ്പോർട്ടിന്റെ പഴയ ക്രിസ്റ്റൽ പാലസ് ഓണർ, അങ്ങേരെ പോലെ 1 or 2 പേരല്ലാതെ ബാക്കിയുള്ള ഈവൻ അവർ അവർ ഫോമർ പ്ലേയേഴ്സ് ലൈക്ക് വില്യം ഗാലസ് ആൻഡ് ഫ്രാങ്ക് ലിബോഫ്, എന്താണ് ഇവരൊക്കെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഓൾറെഡി വേൾഡിലുള്ള ഒരു 95% ഓഫ് ചെൽസി ഫാൻസ് ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ് മെന്റലി.
and mentally and physically because of Chelsea's performance on the pitch. എന്തിനാണ് ഈ എന്താ പറയുക ഈ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട ചെൽസി ഫാൻസിന്റെ മനസ്സിലേക്ക് എന്തിനാണ് ഈ തീ കോരിയിടുന്നത്? വൈ കാൻ യു ജസ്റ്റ് ഐദർ യു ഡോണ്ട് ടോക്ക് or if you can talk, at least you were our former players. എന്തെങ്കിലും ഒരു നല്ല വാക്ക് മക്കളെ നിങ്ങൾ പേടിക്കണ്ട. അത് ഇപ്പൊ നാളെ കാലത്ത് നമ്മളിപ്പോ റോബി സാവേജ് വരെ പറഞ്ഞു, ഈവൻ പോൾ മേഴ്സൺ അവര് വരെ പറഞ്ഞു വി ഹാവ് ഫെയ്ത്ത്. പോച്ചറ്റീനോക്കെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു 2 വാക്ക് നമ്മള് അറ്റ്ലീസ്റ്റ് ഇപ്പം ഗ്യാരി നെവില്, കാരഗർ ഇവരൊക്കെ നമ്മളിപ്പം ലോഫിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണുന്നു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഒരു സാഡ് സൈഡ് കൂടെ യുണൈറ്റഡോ അല്ലെങ്കിൽ പൂളോ പോകുന്ന സമയത്ത് ദേ ആർ വിത്ത് ദ ഫാൻസ്. നമുക്ക് അതേപോലെ ഒരു പ്ലെയർ നിന്ന് നമ്മുടെ ഇതിന് നമ്മൾ വേറെ ആരെങ്കിലും ഇപ്പൊ ഒരു സൈമൺ ജോർദനെ പോലെയൊക്കെ ഉള്ള ഒരാൾ, അയാളെയൊക്കെയാണ് ഞാൻ എന്താണ് പല യൂട്യൂബ് വീഡിയോസും ടോക്ക് സ്പോട്ടിൽ അങ്ങേര് സംസാരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ഞാനൊക്കെ ഒരു ലേശം ഓക്കെ അറ്റ്ലീസ്റ്റ് ദർ ഇസ് എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയുന്ന ഒരു ഫീലിംഗ്. ഇത് എന്താ പറയാ നമ്മൾ ഇതിനെ ഷാജിയേട്ടാ, കമ്മിങ് ടു ദ നെഗറ്റീവ് പോയിന്റ്, എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടാക്ടിക്സ് ആണ്. ഈസ് പോച്ചറ്റിനോ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക് ബൈ ഫോളോയിങ് പുള്ളിക്കാരന്റെ ബാക്ക് 4, പക്ഷെ നമ്മൾ കാണുന്ന ബാക്ക് 3 ചിൽവെൽ ആൻഡ് ദി ലെഫ്റ്റ് വിങ്? പുള്ളിക്കാരൻ പറയുന്ന ബാക്ക് 4-ൽ ആർക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല, അത് വ്യക്തമായി. കാരണം തിയാഗോ സിൽവയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് തിയാഗോ സിൽവ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഫാൻസിനോട്. ദൈവമേ, ഞങ്ങൾ ടോപ്പ് 4 ആണ് കളിക്കുന്നതെന്ന്. കാരണം അയാളുടെ ഉള്ളിൽ ഒരു സംശയം ഉള്ളതുകൊണ്ട്. സാധാരണ പൊതുവെ വാതുറക്കാത്ത മനുഷ്യനാണ്. ഇതെന്താണെന്നറിയോ, ഞാനൊരു ഫുട്ബോൾ കോച്ചാണ്. എനി സ്ട്രാറ്റജി യു പ്രിപ്പയർ ഓഫ് ദ പിച്ച് in your training ground, it works day in, day out. My only logic is, I wanted to know, Pochettino pre-seasonil back 3 കളിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? കളിക്കാതെ ക്രിസ്റ്റഫർ ഇൻകൂക്ക് ഇഞ്ചുറി ആയ അന്ന് രാവിലെ വന്നിട്ട് എല്ലാവരോടും, മക്കളെ ഇന്നു മുതൽ നമ്മൾ 3 at the back കളിക്കും, പക്ഷെ അത് കാണുമ്പോൾ 4 ആയിട്ട് കാണും എന്ന് പറയുകയാണെങ്കിൽ മാന്ത്രികമായിരിക്കും. എനിക്കതങ്ങനെ തോന്നിയിട്ടില്ല. കാരണം 1 attacking player ഷോർട്ട് ആണ് ഫ്രണ്ടില്. എന്താന്ന് പറഞ്ഞാല് ശ്രീകാന്ത്, ഞാനാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിൾ ആണ്, ഇത്രയും ഡിസ്കഷനിൽ പോണ്ട. ശ്രീകാന്ത് പോച്ചറ്റീനോ, ഞാൻ സെർബി ആണെന്ന് വിചാരിച്ചോ. ഞാൻ ബ്രൈറ്റന്റെ കോച്ച് സെർബി, നിങ്ങൾ പോച്ചറ്റീനോ. നിങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം കളിച്ച ടീമുമായിട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പ്ലേയേഴ്സിനോട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? മാർക്ക് ദ റൈറ്റ് സൈഡ് ഓഫ് ചെൽസി വേർ സ്റ്റെർലിംഗ് പ്ലേസ്. Because he is the only attacking threat who will get into the box and cross. Right. Lock that. No attacking players on the left side. Chilwell is poorly off form. He is not going to enter into the box. He is not going to tap in. Lock it. Now my point is, so you are actually telling me, the Zerbi, in 90 minutes you will only attack through the right. That is what coaching, I don't know. എനിക്കറിയില്ല. And then you come out and say that Thiago Silva is telling, illa ende manager Pochettino parnu adu 4 at the back ആണ്. If it is 4 at the back, who is the attacking option on the left hand side? There is nobody entering into the box. Shajee, ഒരു സെക്കൻഡ്. ബാലു, I think it's a clear tactical blunder. അതെ, ഇത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫാൻസ് ടാക്ടിക്കൽ ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് ചിൽവെലിനെ എന്തിനാണ് ലെഫ്റ്റ് വിങ് കളിപ്പിക്കുന്നത്. നമ്മൾ ഈ കണ്ട 4 കളി കണ്ടിട്ടും ഏത് കളിയിലാണ് ആക്ച്വലി ചിൽവെലിന് അവിടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടെന്ന് നമുക്ക് തോന്നിച്ചിട്ടുള്ളത്? ഒറ്റ കളിയിലും തോന്നിച്ചിട്ടില്ല. ലിവർപൂളെ പോലെ ഒരു ഓപ്പൺ ടീമിന്റെ കൂടെ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി. വെസ്റ്റ് ഹാമിന്റെ കൂടെ 1-2 മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് സിറ്റ് ബാക്ക് ചെയ്യുന്ന ഈ പറയുന്ന പോലെ വെസ്റ്റ് ഹാമിന്റെ കൂടെ മെജോറിറ്റി ഓഫ് ദ ടൈം, അതേപോലെ ലൂട്ടന്റെ കൂടെ ഈ പറയുന്ന പോലെ 1-2 മൂവ്മെന്റ്സ് ഒഴിച്ച് മെജോറിറ്റി ഓഫ് ദ ടൈം, ആൻഡ് ഫോറസ്റ്റിന്റെ കൂടെ ഇത്രയും വീക്കായ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള സർജോറിയർ ഉണ്ടായിരുന്ന എന്താ പറയാ ഫോറസ്റ്റിന്റെ കൂടെ ജെന്യുവൻലി ഒരു മൊമെന്റ് ഓഫ് ത്രെറ്റ് പോലും കംഫർട്ടബിളി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചിൽവെലിനെ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഷാജിയേട്ടൻ പറഞ്ഞ പോയിന്റ് ആണ്, നമ്മുടെ എല്ലാ അറ്റാക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെയാണ്. അപ്പൊ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെ ഡബിൾ അപ്പ് ചെയ്ത് ഗാങ് അപ്പ് ചെയ്ത് ഈ പറയുന്ന പോലെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു. വേറൊരു ത്രെറ്റ് ഇല്ല ആ ടീമിന്ന്. പിന്നെ സെൻട്രൽ എന്താ സംഭവിക്കണേ, ജാക്സൺ ഓടാൻ നോക്കുമ്പോ ഒരു 3 പേര് മല്ലന്മാര് വന്നിട്ട് അവനെ ഇടിച്ച് നിലത്തിടും. അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ
ഇതിന് പല എന്താ പറയാ എക്സ്പ്ലനേഷൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ മുഡ്രിക്കിന്റെ ചെറിയ ഇഞ്ചുറി ട്രബിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്റെ ചോദ്യം ഇവിടെയാണ്, ഇയാൻ മാറ്റ്സനെ നമ്മൾ ഇതേ പൊസിഷൻ 4-2-3-1 കളിപ്പിച്ചിരുന്നപ്പോ ഈ പൊസിഷൻ പ്രീ സീസണിൽ കൊടുത്തിരുന്നത് മാറ്റ്സൺ ആണ്. ചിൽവെലിനെ ഒരു മിനിറ്റ് പോലും നമ്മൾ ലെഫ്റ്റ് വിംഗർ ആയിട്ട് പ്രീ സീസണിൽ കൊടുത്തില്ല. പിന്നെ എന്തിനാണ് സീസൺ തുടങ്ങി ഇപ്പൊ പെട്ടെന്ന് മാച്ചിൽ നിന്നും ചിൽവെലിലേക്കുള്ള ഒരു സ്വിച്ച് നടന്നത്? എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ പ്രീ സീസണിലെ പ്രിപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒരാള് ടാക്ടിക്കലി പല എക്സ്പെരിമെന്റ്സും സീസണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പേഷ്യന്റ് ആയിട്ട് നമ്മൾ നിലനിൽക്കുക എന്നുള്ളത് ഒരു ഫാൻസിന്റെ ഉത്തരവാദിത്തമാണ്, എസ്പെഷ്യലി ഇത്രയും ഏർലി ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ. അതിന്റെ ഉത്തമ ബോധ്യത്തോട് കൂടി തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഫ്ലോസ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു ഫ്ലോനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതായിരുന്നു പ്ലാൻ എങ്കിൽ, ഇപ്പൊ എൻകുൻകുന്റെ ഒരു ഇഞ്ചുറി മാത്രമാണ് പൊച്ചറ്റീനോനെ ചിൽവെലിനെ ലെഫ്റ്റ് വിംഗർ ആയിട്ട് കളിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മാച്ചിന് ഇത്രയും ടൈം പ്രീ സീസണിൽ ആ പൊസിഷനിൽ കൊടുത്തത്? അത് മൊത്തം വേസ്റ്റ് ആയില്ലേ? അതിന്റെ പർപ്പസേ പോയി കിട്ടിയില്ലേ? അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി സഫർ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടാക്ടിക്കലി ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനീഷ് ബ്രോ, കമ്മിങ് ഓൺ ടു ദ സെയിം ടാക്ടിക്സ്, ഓക്കെ ഫൈൻ, ഇത്രയും നേരം നമ്മൾ ഇത്രയും സംസാരിച്ചോണ്ട്, പക്ഷെ ഈ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക്കലി പ്രഷർ ബിൽഡിംഗ് അപ്പോൺ ജാക്സൺ ആൻഡ് സ്റ്റെർലിംഗ് ആൻഡ് എൻസോ ഫെർണാണ്ടസ്. ആരോ കമന്റിൽ പറയണ്ടായിരുന്നു എത്രത്തോളം ത്രൂ ബോളുകൾ ഇനി എൻസോ കൊടുക്കേണ്ടി വരും എന്ന് നമുക്ക് അറിയുന്നില്ല. കാരണം വി ബിൻ ക്രൈയിങ് ഫോർ സംബഡി ലൈക്ക് എൻസോ. അല്ല, ഇതിലിപ്പം ഇപ്പൊ നമ്മള് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ ഒരു നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് എവിടെയോ കണ്ടത് പ്രകാരം നമ്മള് ഹയസ്റ്റ് ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 11 ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 11 ചാൻസസ് അതിൽ 11 ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു നിക്കോളസ് ജാക്സൺ മിസ് ചെയ്തിട്ട് നിക്കോളസ് ജാക്സൺ ഹൈയിൽ നിൽക്കുന്നത് ആ മിസ്സില്. ആ 15 ഹൈ ചാൻസസ് നമ്മൾ മിസ് ചെയ്തു. അതിൽ 11 എനിക്ക് തോന്നുന്നത് നിക്കോളസ് ജാക്സൺ തന്നെ ഞാൻ തോന്നുന്നു മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 11 ചാൻസും നിക്കോളസ് ജാക്സൺ സ്കോർ ചെയ്തിരുന്നു എന്ന്, അല്ലെ 11 പോട്ടെ, അതിലൊരു 6 or 7 നിക്കോളസ് ജാക്സൺ സ്കോർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാക്ടിക്സിലെ മിസ്റ്റേക്കുകൾ ആരെങ്കിലും ഇത്ര എവിഡന്റ് ആയിട്ട് പറയുമായിരുന്നു എന്നുള്ളത് എന്റെ ഒരു ഡൗട്ടാണ്. ഓക്കെ, അപ്പം ചിൽവെല് ഇത് എന്താ പറയാ, മാറ്റ്സൺ, എനിക്ക് തോന്നുന്നത് മാറ്റ്സനെ നമ്മൾ പ്രീ സീസണിൽ നമുക്കൊരു മാറ്റ്സനെയും ഗാലഗറിനെയും നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റ്സൺ തന്നെയാണ് അത് ബേൺലി ലാസ്റ്റ് മിനിറ്റ് ഡെഡ് ഡേ അവൻ വേണ്ടാന്ന് വെച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ ഒരു സമയത്ത് മാറ്റ്സനെ എന്താ പറയുക, ഒരു പൊട്ടൻഷ്യൽ ഇതിന് വേണ്ടിയിട്ട് സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസസ് കൊടുത്താണ്. മേ ബി ഹി മൈറ്റ് ഹാവ് ജസ്റ്റ് ട്രൈഡ് ഹൗ ദിസ് ബോയ് ഈസ് ഡൂയിങ് ഓൾസോ. പിന്നെ ഇതിപ്പോ 4 മാച്ച് ആയതേ ഉള്ളൂ, ചിൽവെൽ ഇപ്പൊ വർക്ക് ആവുന്നില്ല എന്നുള്ളത് കോച്ചിന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ I believe he's going to change the tactics and let's see. ഇപ്പം ഷായിട്ടും നമ്മളെ ഗ്രൂപ്പിലോട് പറഞ്ഞ പോലെ AFC ബോൺമത്തിനെതിരെ നമുക്ക് ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം ഇതിലിപ്പോ എന്തെങ്കിലും ഒരു മാറ്റം കോച്ച് കൊണ്ടുവരുന്നുണ്ടോ, whether he's going to learn something in next 2 weeks എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. But I am not really worried about these tactics and all those things എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. I'm not at all worried because നമ്മൾ നല്ല രീതിയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡിബേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡിസ്കഷന്റെ അവസാന ഭാഗത്തിലേക്ക് പോകുന്നതിന് നൈസ് ഒരു സെഗ്വേ ശരിക്കും പറഞ്ഞ അനീഷ് ബ്രോ തന്നു. വാട്ട് നെക്സ്റ്റ് ഷാജിയേട്ട ഫോർ? കാരണം ഇന്റർനാഷണൽ ബ്രേക്ക് ഷാജിയേട്ടന്റെ ഒരു വോയിസ് ക്ലിപ്പിൽ പറയാനായിരുന്നു ഗ്രൂപ്പില്, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് പോച്ചറ്റിനോ. വാട്ട് ഡു യു തിങ്ക് ഇസ് ദിസ് ഗോണ ബി നെക്സ്റ്റ് ആക്ഷൻ സ്റ്റെപ്പ്? അതിലൂടെ തന്നെ കോൾ പാൽമറിനെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. ഷാജിയേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹൗ ഇസ് ഹി ഗോണ ഇമ്പാക്ട്? കാരണം എൻകുങ്കു ഇല്ല, ചുക്കുവമ്മയൊക്കെ എന്തായാലും ഉടനടി തന്നെ വരൂല്ല. Massive 2 weeks. Do or die 2 weeks on. It is not an international window. It is a breathing space and a breathing window for Pochettino, because Pochettino has to go back and look at 2 things very clearly. 2 things defining on it. I am not able to give you a conviction whether Mudryk will be a superstar or Nicholas Jackson. One thing is guaranteed. Carney Chukwuemeka, when he comes back in October or in November, he will score goals and he is a superstar. Done. I only saw 15-20 minutes of this guy Cole Palmer. The boy will score goals. The boy will create. Now, when you say you don't have Nkunku, if you're going to play Cole Palmer, get back to 4-2-3-1. Historically,
Pochettino doesn't have a good record in 3 at the back. His records are very poor, less than 30% success. ഇതിന് വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, വാട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റിയൽ മഡ്രിഡിന്റെ ഐക്കോണിക് പ്ലെയർ ആഫ്റ്റർ ബെൻസിമ ലെഫ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ട്, ലീവ് ഔട്ട് ജൂഡ് ബെല്ലിംഗം ഈസ് എ ന്യൂ കമർ ബട്ട് ഈസ് ഡൂയിങ് വെൽ. ഐക്കോണിക് പ്ലെയർ വിനീഷ്യസ് ജൂനിയർ ആണ്. All through the season, all through the pre-season, they played 4-1-2-1-2. 4-1-2-1-2. Vinicius got injured one match before. Vinicius got injured. Did Ancelotti change 4 at the back into 4-3-3? Did Ancelotti change 3-5-2? Did Ancelotti make 3-4-2-1? No. He played 4-1-2-1-2. What change he made? He brought Joselu as a striker in front in the absence of Vinicius Junior. He didn't change anything. Now my point is, if you are a manager, you are convinced this team is good enough, which pre-season indicated that this team can play in 4-2-3-1. Just because Christopher and Kuku went, you went into 3 back. Now I am asking a question to Aneesh and Balu. Is Christopher and Kuku a bigger player than Vinicius Junior? I don't think so. He's not a great player than Vinicius Junior, but they have not changed the formation. How can you come and tell that because I have lost Christopher and Kuku, I cannot play 4-2-3-1, I will play 3? It doesn't work. See, it doesn't work. Ella manager ku work avilla. You ask Conte to play 4-3-3, big flop. Big flop. So you as a manager, what is your strong point? Your strong point is playing more attacking players up front, more press. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബാലു അനീഷും കണ്ടതാണല്ലോ കഴിഞ്ഞ അതിന്റെ മുന്നേ എന്ത് പ്രസ് ഉണ്ടായിരുന്നു ചെൽസിന്ന്? ഒരു പ്രസ്സും ഇല്ല. സെക്കൻഡ് ഹാഫിലെത്തുന്ന ഒരു അഗ്രഷനും ഇല്ല. ഫുൾ അവർ ലോക്ക് ചെയ്ത്. ഇറ്റ് വാസ് വെരി എവിഡന്റ് വി ആർ നോട്ട് ഗോയിങ് ടു സ്കോർ. ഹൗ മെനി ബാക്ക് പാസസ്? നോണി മഡുവക്കയ്ക്ക് കൊടുക്കും, മഡുവക്ക തിരിച്ച് ആക്സൽ ജിസാസിക്ക് കൊടുക്കും, എൻസോന് കൊടുക്കും, വീണ്ടും നോനിക്ക് പോകും, ആ കോൾ പാർമർ ഇറങ്ങി വരും, അവനൊരു ടാപ്പിൻ ചെയ്യും, വീണ്ടും അവൻ ബോക്സിലേക്ക് ബോൾ ഇല്ല. So that means your formation doesn't work because you are not comfortable. You play what is your strength. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ മക്കളോട് പറഞ്ഞ, you play to your strength. You don't play something experimental. You play to your strength. See, this is ഈ രണ്ടാഴ്ച ഭയങ്കര ക്രൂഷ്യലാണ്. എന്നെ സംബന്ധിച്ചോളം Palmer has to be integrated until Carney comes. I would like to see Modric on the pitch. I would like to see Palmer on the pitch. Go to Bournemouth. Even if you lose 3-2, I don't care. I will tell that Chelsea scored 2 goals. But bloody go and play your formation and start scoring goals. The problem is this team does not score goals. This team does not score goals. That's the problem. What next? ഇതിപ്പോ എന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഞാൻ പൊച്ചറ്റീനോട് കയറിയിട്ട്, ഞാൻ നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാൻസ് ആരും നമുക്ക് പല ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കയറി ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചെയ്യൂ. കാരണം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ കളിക്കുന്ന സിസ്റ്റം കൊണ്ട് പുള്ളിക്കാരന് അനീഷ് ജി നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും കംപ്ലൈന്റ് ചെയ്യില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്? നമുക്ക് റിസൾട്ട്സ് ഇല്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ട റിസൾട്ട് ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പ്രീ സീസൺ നമ്മുടെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒന്ന് ഷാജി ഏട്ടൻ പറഞ്ഞ പോലെ ഇത്തിരി കൂടി ഇന്റന്റ് കാണിക്കുക പ്രസ്സില്. നമ്മൾ ഭയങ്കര ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള പ്രസ്സാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അവർ സ്കോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോൾ വിന്നിങ്ങിന് വേണ്ടിയിട്ട് ഒരുമാതിരി എല്ലാവർക്കും ബിലീഫ് നഷ്ടപ്പെട്ട പോലെ കളിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, കളി കഴിയുന്നു പോയി, ഇനിയിപ്പോ നമ്മൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു ഇത്. അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കുറെ കണ്ടതാണ്. അത് എനിക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ല. അതിനിപ്പോ വളരെയധികം കോച്ചിങ്ങിന്റെ ആവശ്യമില്ല, കുറച്ച് ഡിറ്റർമിനേഷൻ മതി. ഒരൊറ്റ കോച്ചും വന്നിട്ട് ഓക്കെ മകനെ നീ അവിടെ പോയി മാർക്ക് ചെയ്യ്, നീ ഇവിടെ പോയി പ്രസ് ചെയ്യും, ഒന്നും പറയണ്ട. എനിക്ക് ഈ കളി ജയിക്കണം എന്നുള്ള വീറും വാശി ഒരുത്തനുണ്ടെങ്കിൽ ആ ഡിറ്റർമിനേഷൻ വരും. അത് ഈ സ്ക്വാഡിൽ പലർക്കും ഇപ്പൊ ഇല്ല. ഓക്കെ, എക്സ്പീരിയൻസ് ഇല്ലായ്മയായിരിക്കാം, പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം കാണേണ്ട സംഗതി. നമ്പർ 2 എന്ന് പറയുന്നത്, ഈ പറയണ പോലെ ചിൽവെലിനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ശ്രമം നടത്തുക. അതല്ല ഇനിയിപ്പോ പൊച്ചറ്റീനോ ഞാനിത് വർക്ക് ചെയ്തിട്ടുള്ള എടുക്കണോ വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, റിസൾട്ട്സ് വരട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റ കാര്യത്തിൽ ഞാൻ അൺകംഫർട്ടബിൾ ആവുള്ളൂ. പൊച്ചറ്റീനോന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എനിക്ക് പറയുമായിരുന്നു. എന്താന്ന് ഞാൻ ഓൾറെഡി പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാ. ഗ്രഹാം പോട്ടറിന്റെ പോലെ ഒരു 15 കളിയിൽ ഒരു ജയം, ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ അറ്റ് എ ബിഗ് ക്ലബ് ലൈക്ക് ചെൽസി. ആ ഒരു സ്റ്റേജ് എനിക്ക് കാണാൻ യാതൊരുവിധ താല്പര്യമില്ല. ആസ് ലോങ് ആസ് ഹി അവോയ്ഡ്സ് ദാറ്റ്, കുറച്ച് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസിഷണൽ റണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ
വിൽ സ്റ്റിക്ക് ഓൺ. ടോപ്പ് 6ഓ ടോപ്പ് 8ഓ എന്ത് തേങ്ങ വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ ക്ഷമയോടുകൂടി ട്രോഫി ഇല്ലാതെ കാത്തിരിക്കാം. പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഈ സീസൺ തീരണ ടൈം ആകുമ്പോഴേക്കും ചെൽസി ഇസ് എ ടഫ് സൈഡ് ടു പ്ലേ അഗെയിൻസ്റ്റ് എന്നുള്ളൊരു സ്റ്റേറ്റസും മതി ഈ സീസണിൽ. വേറെ ഒന്നും, ട്രോഫി വേണ്ട, ടോപ്പ് 4 വേണ്ട, ടോപ്പ് 6 വേണ്ട, 7th ഫിനിഷ് ചെയ്തോ പോട്ടെ. ഇനിയിപ്പോ ഞാൻ വിജിക്കാന്ന് വിചാരിച്ചോ 8th ഫിനിഷ് ചെയ്തോ പോട്ടെ. ഒറ്റ കാര്യം മതി, ബൈ ദി എൻഡ് ഓഫ് ദി സീസൺ നമ്മൾ ചെൽസി ആർ നോട്ട് ആൻ ഈസി സൈഡ് അഗൈൻസ്റ്റ് ടു പ്ലേ അഗൈൻസ്റ്റ് എന്നുള്ള സ്റ്റേറ്റസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ടു മച്ച് ടു ഡിമാൻഡ് ഫോർ. എനിക്ക് തോന്നുന്നില്ല അത് അത്രയും ഡിമാൻഡ് ചെയ്യണത് വളരെ അധികമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് മതി. അനീഷ് ബ്രോ, what next? Yeah, again, I'm not really worried about this tactics kind of. അതായത് ഈ ഒരു ബാക്ക് 4 ആണോ ചിൽവൽ വിങ്ങർ ആണോ എന്നുള്ളതിനെ പറ്റി ഞാൻ എന്താ പറയാ ഏറെക്കുറെ, പക്ഷെ ഇതേ ലെവലിൽ ഞാൻ പോട്ടറിനെയും ട്രസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. ബട്ട് പോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്വാഡിന്റെ എന്താ പറയാ നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ദ പൊച്ചറ്റിനോ കൈൻഡ് ഓഫ് യുനോ. പുള്ളി എന്തോ സംതിങ് ഹീസ് ട്രൈങ് ടു, മേ ബി എനിക്ക് തോന്നുന്നത് ഈ ചിൽവൽ വിങ്ങർ ആയിട്ടുള്ളത് എന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട്, അത് വർക്കായില്ലയോ എന്നുള്ളത് വേറെ കാര്യം. ബട്ട് അതൊരു ഇപ്പം ബാലു തന്നെയായിരുന്നു തോന്നുന്നു നമ്മളെ ഗ്രൂപ്പ് പറഞ്ഞത്, ഒരു ഗ്യാരത് ബെയിൽ കൈൻഡ് ഓഫ്, അതായത് ഒരു ലെഫ്റ്റ് വിങ്ങറിൽ നിന്ന് ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലെങ്കിൽ ഒരു വിങ്ങർ ലെവലിലേക്ക് ചിൽവല് വന്നോ, അല്ലെങ്കിൽ ആ ഒരു ലെവലാണോ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം മുഡ്രിക്കിനെ ഫോർ ദ ടൈം ബീയിങ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിരുന്നോ ഇത് എന്നുള്ളത്. ഇതൊന്നും ഞാൻ ആക്ച്വലി എന്താ പറയാ നമ്മളിത് തിങ്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൽ എന്താ പറയാ ബാക്ക് 4, ഇപ്പം പോച്ചറ്റിനോ പറഞ്ഞു പുള്ളി ബാക്ക് 4 ആണ് കളിക്കുന്നത്, തിയാഗോ സിൽവയും പറഞ്ഞു ബാക്ക് 4 ആണ് കളിക്കുന്നത്. നമ്മളെ ഫാൻസിന്, നമ്മളെ അല്ലാതെയുള്ള കുറെ സോഷ്യൽ മീഡിയക്കകത്തുള്ള കുറെ പണ്ഡിറ്റ്സിന് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. ഓക്കെ, ബാക്കി ഇവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ടീമിൽ കളിക്കുന്ന ആളും പറയുന്നു തിയാഗോ സിൽവ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ പുള്ളി എന്താണ് വളരെ റെയർ ആയിട്ട് സോഷ്യൽ മീഡിയ, അത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൈഫോ അല്ലെങ്കിൽ പുള്ളിയുടെ PR മാനേജ്മെന്റ് ടീം എഴുതിയൊരു കമന്റ് ആയിരിക്കാം. യെസ് ഒബ്വിയസ്ലി പുള്ളിയുടെ ഇൻപുട്ട് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇവരെ രണ്ടുപേരെയും ഞാൻ ഫുള്ളി ട്രസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ പറയുന്ന, പക്ഷെ ഷാജേട്ടൻ പറയുന്ന പോലെ ഇതിൽ ഇപ്പം ഈ 4 മാച്ചിൽ നിന്ന് ഇത് വർക്കാവില്ല എന്നുള്ളൊരു, ബട്ട് അഗെയിൻ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മള് 11 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഈ ഓക്കെ നമ്മള് റൈറ്റ് സൈഡ് ആണ് ഇപ്പം ഡിസർബി പോലെയുള്ള, അല്ലെങ്കിൽ വേറൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇപ്പം ആർട്ടേറ്റ തന്നെ ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡില് ഗുസ്തോനെയും അല്ലെങ്കിൽ റീസ്റ്റെയിൻസ് വരികയാണെങ്കിൽ റീസ്റ്റെയിൻസിനെയും നമ്മുടെ ഫ്രണ്ടിലുള്ള സ്റ്റെർലിങ്ങിനെയും മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ഓക്കെ. അപ്പൊ അതൊക്കെ ഓൾറെഡി പോച്ചറ്റിനോനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവാം. ഹി വിൽ അഡ്രസ് എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് എനിക്ക്. ഐ എം ടോട്ടലി റിലാക്സ്ഡ് ആണ്. ഓവർലി ഹാപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇതാണ് നമ്മൾ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. ഈ ഒരു ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഇതിനെ റിലാക്സ്ഡ് ആയി നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഇതിനെ കാണുക എന്നുള്ളത് തന്നെയേ ഉള്ളൂ. അല്ല നമ്മൾ 1.2 ബില്യന്റെ ബേർഡൻ ഒന്നും നമ്മൾ എടുത്തു വെച്ചത് കൊണ്ട് നത്തിങ് ഗോയിങ് ടു ഇംപ്രൂവ്. ഗ്രേറ്റ്, ഓസം. ബാലു ബ്രോ, യെസ് പറയൂ. എനിക്ക് ഒരു കാര്യം എസ്പെഷ്യലി നമ്മുടെ ഫാൻസിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാൻസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ സീസണിന്റെ ബിഗിനിങ് കാരണമല്ല. കഴിഞ്ഞ സീസൺ നമുക്ക് തന്നിട്ടുള്ള നരകതുല്യമായ എന്താ പറയാ ഒരു വേദന നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് ഈ സീസണിലത്തെ വെറും 4 കളിയിലുള്ള ഈ ഡിപ്പ് ഓഫ് ഫോം അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾസ് നമുക്ക് താങ്ങാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇതിനെ അതിജീവിക്കില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല. നമുക്ക് അതിജീവിക്കാൻ ഒരുപാട് പൊട്ടൻഷ്യൽ നമ്മുടെ സ്ക്വാഡിലുണ്ട്. ഇനിയിപ്പോ ബ്രോജ തിരിച്ചു വരാനുണ്ട്, പതുക്കെ എൻകുംകു തിരിച്ചു വരാം, അതിനിടയ്ക്ക് ചൊക്കോമേക്ക, റീസ് ജെയിംസ് തിരിച്ചു വരും. അപ്പൊ ജനുവരി വരെ നമ്മൾ ഈ പറയുന്ന പോലെ ടോപ്പ് 4 ഒരു 8 to 10 പോയിന്റ്സ് ഗ്യാപ്പിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീസണിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള പുഷ് ജനുവരിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിനെയും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷെ അത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാനിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാനിന്റെ വ്യൂ അല്ല. ഇതൊന്നും ഒരു ഡിമാൻഡും അല്ല, വെറും ഓപ്റ്റിമിസം ആണ്. അപ്പൊ അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് ആവാനുള്ള ടാലന്റ് ഈ സ്ക്വാഡിലുണ്ട്. അപ്പൊ അത് കാരണം എല്ലാവരും കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഓപ്റ്റിമിസത്തിലും കയറി പിടിക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ. ബാക്കി നമുക്ക് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം കാണാം.
ശ്രീകാന്ത് ഭായ്, അതായത് ഇപ്പം ബാലു പറഞ്ഞ പോലെ എന്റെയും ഒരു അപേക്ഷ നമ്മളെ ഫെലോ ചെൽസി ഫാന്റെ അടുത്തുള്ളത് അപേക്ഷയാണ്. അതായത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയി ചിൽഡ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ എന്താ പറയുക, ഓവർലി നമ്മൾ റിയാക്റ്റീവ് ആയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ ഉള്ളൂ. ലാസ്റ്റ് 20 years, അതായത് റോമൻ ഇറ 2003 തുടങ്ങിയത് മുതൽ നമ്മൾ കമ്പയർ ടു അതർ പ്രീമിയർ ലീഗ് ഫാൻസിനെ വെച്ച് നോക്കുമ്പോൾ സിറ്റി ഒക്കെ ലാസ്റ്റ് 5 to 6 years ദേ വൺ മോർ ട്രോഫീസ് ദാൻ us. പക്ഷേ ലാസ്റ്റ് 20 years നമുക്ക് ട്രോഫി കൊണ്ട് കിട്ടിയ ഹൈ ഒന്നും ഒരു ആർസണൽ ഫാനിനും ഒരു ലിവർപൂൾ ഫാനിനും ഒരു യുണൈറ്റഡ് ഫാനിനും കിട്ടിയിട്ടില്ല. നമ്മൾ അതുകൊണ്ട് ബാക്കിയുള്ള ഫാൻസ് നമ്മളെ ട്രോളും 100% ഷുവറാണ്. നമ്മൾ ഓവർലി നമ്മൾ ആരെയും പൊക്കി അടിക്കാനൊന്നും നിൽക്കണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ട് ചിൽഡ് ആയിരിക്കുക. നമ്മൾ we will be there. Awesome, great. Thank you so much, Shajee. Thank you so much for joining. Aneesh bro, thank you so much for joining. Balu bro, thank you so much for joining. അടിപൊളിയായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ. ഇത് 1 മണിക്കൂർ പോയതുപോലെ അറിഞ്ഞില്ല. എല്ലാവരും വ്യത്യസ്തകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്ന് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ഭയങ്കര വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ഡിബേറ്റ് പോലെ തോന്നിയിട്ടുണ്ടാവും. യെസ് അനീഷ് ബ്രോ. ഒറ്റൊരു കാര്യം കൂടെ, താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ബി എ പാർട്ട് ഓഫ് ചെൽസിക്കാരൻ. ആൻഡ് പലപ്പോഴും ടൈമിന്റെ ഇഷ്യൂ കാരണം എനിക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറില്ല. ലൈവ് സാധിച്ചില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പല ക്ലിപ്പിംഗ്സ് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓടിച്ചു അല്ലാതെയൊക്കെ നമ്മൾ കാണാറുണ്ട്. യു ഗൈസ് ആർ ഡൂയിങ് ബ്രില്യന്റ്, എസ്പെഷ്യലി SK, ടോം ആൻഡ് ശരത് പാപ്പ. എനിക്കറിയാം ശരത് പാപ്പ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് യുവർ ഗൈസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് എ പ്ലഷർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ബാലു ബ്രോ, താങ്ക്സ് ഷാജി ഏട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ.